Good evening to all of our teacher trainees once again. So time is at 7:30 and we are going to learn our class sharp at 7:30. So we are going to start our class from where we stopped last day. So I think the last class is on Monday. So we are going to start and we going to start our class where we stopped last Monday. കഴിഞ്ഞ തിങ്കളാഴ്ച എവിടെയാണോ നിർത്തിയത് അവിടുന്നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So today onwards, I think all of you are being given a task to complete within 4 or 5 days. Okay. അടുത്ത 4-5 ദിവസം കൊണ്ട് എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു ടാസ്ക് ഇന്ന് പറയാനായിട്ട് പോവുകയാണ്. ഈ ടാസ്ക് ചെയ്യൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടീച്ചർ ട്രെയിനി ആയിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അറിയാലോ, നമുക്ക് ക്ലാസ്സിന് മുമ്പിൽ പോയി നിൽക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ശരിക്ക് ആ ഒരു ക്ലാസ് എടുക്കാനുള്ള കപ്പാസിറ്റി വരണം. അപ്പം അതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു സംഭവമാണ് എന്ന് കരുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂ അതല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റ് എന്തിനു പോവുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മളെ തന്നെ പരിചയപ്പെടുത്തണം. ഇതിന് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. സെൽഫ് ഇൻട്രൊഡക്ഷൻ. സോ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനുള്ളൊരു അവസരമാണ് ഇന്ന് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ണാടിയുടെ മുമ്പിൽ ഡെയിലി ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റോ ചിലവഴിക്കുന്നവരാണ്. എന്നാൽ ഇതിനത്രയും വേണ്ട, വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചിലവഴിച്ചോളൂ. ഇതിന് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കണ്ണാടിൻ്റെ മുമ്പിൽ വേണമെങ്കിൽ നിന്നുകൊണ്ട് അല്പസമയം ചിലവഴിക്കാം. ഒന്നുമില്ല, ഞാൻ ഈ പറയുന്ന ഏതാനും ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രസൻറ്റേഷൻ പോലെ നിങ്ങൾ അവതരിപ്പിക്കുക. അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സെൽഫ് ഇൻട്രൊഡക്ഷൻ, സ്വയം പരിചയപ്പെടുത്തൽ. അപ്പോൾ ഇതിലുള്ളത് എന്താ വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? വെർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ്? തേർഡ് ക്വസ്റ്റ്യൻ, ഹു ഈസ് യുവർ ഫാദർ ആൻഡ് വാട്ട് ഈസ് ഹി? അവിടെ തന്നെ 2 ക്വസ്റ്റ്യൻ അല്ല, അതൊരു ഒറ്റ ക്വസ്റ്റ്യനാണ്. നമ്മുടെ പിതാവ് ആരാണ്? അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? വാട്ട് ഈസ് ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണെന്നല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നാണ് ചോദിക്കേണ്ടത്. ഇനി ഹു ഈസ് യുവർ മോം? എനിക്ക് ക്ലിയർ ആയി കേൾക്കുന്നില്ല, ഒന്നുകൂടി പറഞ്ഞുതരൂ. ഓക്കെ, വൺസ് അഗൈൻ പറയാം. അതായത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ, സ്വയം പരിചയപ്പെടുത്തൽ. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ മുതൽ എല്ലാവരും ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ശേഷം 4 ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത ക്ലാസ്സിൽ പറയും. അത് നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ, അത് ഓഡിയോ ആയാലും കുഴപ്പമില്ല, വീഡിയോ ആയാലും കുഴപ്പമില്ല, ഞാൻ തരുന്ന ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. അത് എൻ്റെ നമ്പർ തന്നെയാണ് കേട്ടോ, അതിന് സംശയിക്കൊന്നും വേണ്ട, എൻ്റെ നമ്പർ തന്നെയാണ്. അപ്പോൾ എൻ്റെ മാസ്റ്റർ വാട്സപ്പിലേക്ക് അയക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തത്, ഇതിൽ കണ്ടമാനം ഗ്രൂപ്പുകളും പിന്നെ കണ്ടമാനം കുട്ടികളുടെ മെസ്സേജുകളും വരും. അപ്പോൾ അതിനിടയിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാലോ എന്ന് കരുതിയാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. എൻ്റെ തന്നെ മറ്റൊരു വാട്സപ്പ് നമ്പർ തരും, അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം. വീഡിയോ ആയിട്ട് എടുത്ത് അയക്കാൻ കഴിയുന്നവർക്ക് വീഡിയോ അയക്കാം, ഓഡിയോ എടുത്ത് അയക്കാൻ കഴിയുന്നവർക്ക് ഓഡിയോ അയക്കാം കേട്ടോ. അതായത് 2 ഓപ്ഷൻ ഉണ്ട്. ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് നല്ലത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. നമുക്ക് 2 ആയാലും നിങ്ങളെ പ്രസൻറ്റേഷൻ ഒന്നുകിൽ കേൾക്കണം അല്ലെങ്കിൽ കാണണം, അത് നിർബന്ധമുള്ളൂ. ആ പ്രസൻറ്റേഷൻ, സ്വയം പരിചയപ്പെടുത്തുന്ന ആ പ്രസൻറ്റേഷൻ. അപ്പോൾ അതിലേക്ക് ഞാൻ താഴെ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ നൽകിയാൽ മതി. എന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ യു? ഇംഗ്ലീഷിലാണ്, നമ്മൾ മലയാളത്തിലല്ല കേട്ടോ. മലയാളത്തിൽ നമ്മൾ ചെയ്യാൻ ഉഷാറല്ലേ. നമുക്ക് സ്കൂളിൽ ക്ലാസ് റൂമിൽ ഒരു 8-9 മാസം കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ഈ പ്ലാറ്റ്ഫോമിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും എന്താ പറയുക, പിന്നെ സ്കൂളിൽ ക്ലാസ് റൂം പോയിട്ട് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ കുറേശ്ശെ
അതിന് വേണ്ട ടിപ്സുകൾ ഇവിടുന്ന് ഓൺലൈനായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായല്ലോ കേട്ടോ. അതിനാണ് പേടിച്ച് പിന്മാറരുത്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്ത ഉടനെ തന്നെ ടീച്ചറായി മാറിക്കഴിഞ്ഞു. ഇനി ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പടിപടിയായി എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള ഫസ്റ്റ് ഒരു പടിയാണ് നമുക്ക് ഈ സഭാകമ്പം. സഭാകമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദസ്സിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും കയ്യും കാലും വിറക്കും, പിന്നെ ചുണ്ട് വിറക്കും, ചില ആൾക്കാർ ബ്രേക്ക് ഡാൻസ് വരെ കളിക്കും കാരണം വിറച്ചിട്ട്. അപ്പം അത് ഒഴിവാക്കാനുള്ള ടിപ്സുകൾ ഇവിടുന്ന് കുറേശ്ശെ നമ്മൾ തുടങ്ങുകയാണ്. ഈ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാണല്ലോ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഇനി നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആരംഭിക്കുമ്പോഴും ഉണ്ടാവും. ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ട മുമ്പായിട്ട് നമ്മുടെ സാറ് ഏതാനും ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈവായി പല അക്കൗണ്ടിലും ലൈവായി ഇരുത്തിയിട്ട് നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. അതും കഴിഞ്ഞാണ് നിങ്ങളെ സ്കൂളിലേക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പറഞ്ഞയക്കുക. അപ്പം ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന പല ടീച്ചേഴ്സും ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ അവർ പോകുന്ന സ്കൂളിൽ ഒരു മോണ്ടിസോറി ട്രെയിനി ആയിട്ടോ അല്ലെങ്കിൽ പ്രീ പ്രൈമറി ട്രെയിനി ആയിട്ടോ ജോയിൻ ആവാറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി, ഒരു വലിയ സാലറി ഒന്നും പറയാൻ വയ്യെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയ സാലറിയിൽ. അപ്പോൾ അത് നമ്മൾ നൽകുന്ന ഈ ക്വാളിറ്റി തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ പടിപടിയായി നമ്മുടെ എല്ലാ അധ്യാപകരും, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മുഴുവൻ സ്റ്റാഫുകളും നിങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രസൻറ്റേഷൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഓക്കെ, അറിയാലോ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പയ്യെ ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ എല്ലാം പാടെ ചെയ്യാൻ കഴിയൂല. അപ്പോൾ മലയാളത്തിലല്ല പറയേണ്ടത്, ഇംഗ്ലീഷിലാണ്. പറയേണ്ട സ്റ്റൈൽ ഞാൻ പറഞ്ഞുതരാം, ഒക്കെ ഞാൻ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ആർ യു അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വേർ ആർ യു ഫ്രം. തേർഡ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് യുവർ ഫാദർ ആൻഡ് വാട്ട് ഈസ് ഹി. നിങ്ങളുടെ ഫാദർ ആരാണ്, അദ്ദേഹത്തിൻ്റെ ജോബ്. വാട്ട് ഈസ് ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹിസ് ജോബ് എന്നാണ് അർത്ഥം. വാട്ട് ഈസ് ജോബ്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഹൂ ഈസ് യുവർ മദർ ആൻഡ് വാട്ട് ഈസ് ഷീ. നിങ്ങളുടെ അമ്മ ആരാണ്, അവർക്ക് എന്താണ് ജോലി. ഓക്കെ, ആൻഡ് ഇനി ഇപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ വരെ ആയി, 6 ക്വസ്റ്റ്യനേ ഉള്ളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം. ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം. നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ആംബിഷൻ. വാട്ട് ഈസ് യുവർ ആംബിഷൻ. നിങ്ങളുടെ ആഗ്രഹം, ലൈഫിൽ ആയിത്തീരാനുള്ള ആഗ്രഹം. ഇത്രയും ഈ 6 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നിങ്ങളൊരാളായി തന്നെ ആൻസർ പറയാൻ പോവാണ് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി കുറച്ച് മോടി പിടിപ്പിച്ചെങ്ങാണ്ട് അവതരിപ്പിക്കും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പോളിഷാവും, ലാംഗ്വേജും മാറും, പ്രൊണൗൺസിയേഷനും മാറും. ഇന്നിപ്പോൾ നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത സായിപ്പിൻ്റെ ഉച്ചാരണമൊന്നും വേണ്ട, നമ്മുടെ സാധാരണ കേരളീയ ഇംഗ്ലീഷ് മതി കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിലേക്ക് വന്നിട്ട് ക്ലാസ്സിന് വിഷ് ചെയ്യണം. ആ വിഷയം എങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ആ സ്റ്റൈല് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എഴുതി തയ്യാറാക്കിയ മോഡുള്ളത് വായിച്ചുകൊണ്ട് പറയരുത്, പകരം ഒരു സ്റ്റൈല് വേണം. നമ്മൾ സജീവമായി ക്ലാസ് എടുക്കണമെന്ന് തോന്നൽ വേണം. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. അതാണ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. അത് ലെറ്റ് മീ നമ്മൾ എഴുതിയ പോലെ ഒന്നും ഇംഗ്ലീഷ് അങ്ങനെ പറയില്ല കേട്ടോ. ഇംഗ്ലീഷ് ഒരു പാട്ട് പാടുന്ന പോലെ പാട്ട് പാടലല്ല, കുറേ വാക്കുകൾ നമ്മൾ പറയാതിരിക്കും, ചില ഇല്ലാത്ത അക്ഷരങ്ങൾ സൗണ്ടിൽ വരും, ഒക്കെ ചെയ്യും. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തിക്കോട്ടെ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഓക്കെ, ഇനിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെ വേണ്ടത്,
സ്റ്റാർട്ടിങ് വേണ്ടത് ഫസ്റ്റ് ഗുഡ് മോർണിംഗ് ടു യു ഓർ ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മൾ ക്ലാസ്സിലൊക്കെ പോയി പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു വേണം. നമ്മളൊരു ഇൻ്റർവ്യൂവിന് ഒരു കൂട്ടം ആളുകൾ 4 5 അല്ലെങ്കിൽ 3 ആളുകൾ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു വേണം. അതേസമയം നമ്മളെ പ്രിൻസിപ്പാൾ മാത്രമേ ഇൻ്റർവ്യൂ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹവുമായി നമ്മളിങ്ങനെ സംസാരിക്കാൻ പോവുകയാണ് എങ്കിൽ ഗുഡ് മോർണിംഗ് ടു യു മതി, ഓൾ ഓഫ് യു വേണ്ട. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു യു, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഓക്കെ, ഇനിയാണ് ഹൂ ആർ യു എന്ന ക്വസ്റ്റ്യൻ്റെ. അവിടെ നിങ്ങൾ പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പറയാറുണ്ട് മൈ നെയിം ഈസ് ഫാത്തിമ, മൈ നെയിം ഈസ് ഫർസാന. ഈ മൈ നെയിം ഈസ് അത് ഇംഗ്ലീഷ് ആണ്, പക്ഷെ കാലാകാലം ഇങ്ങനെ ഈ പഴയ ഇംഗ്ലീഷ് മാത്രം മതിയാ, കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് വേണ്ടേ അല്ലേ? നമ്മുടെ മലയാളം വരെ എന്താ പറയുക ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ പുറകോട്ട് പോകണം. അപ്പോൾ കെടുക്കട്ടെ, ഐ ആം ഫർസാന, ഐ ആം റബീല, ഐ ആം ബിനിജ, ഐ ആം ഷൻഫിയ, ഐ ആം ഫിദ ഫാത്തിമ എന്ന സ്റ്റൈലിൽ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഐ ആം പിന്നെ കടിച്ചപ്പെട്ട രീതിയിൽ പറഞ്ഞുകൊണ്ട് ഐ ആം അങ്ങനെ പറഞ്ഞ് നിൽക്കണ്ട, തൽക്കാലം എങ്ങനെ മതി ഐ ആം. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഐ ആം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, കുറച്ച് സ്റ്റൈല് കൊടുക്കാം. അതിപ്പോൾ തന്നെ അല്ല, കുറച്ച് കഴിയട്ടെ. എന്തും പറഞ്ഞോ? ഓക്കെ, അപ്പോൾ ഐ ആം ഫിദ ഫാത്തിമ, ഐ ആം ഫർസാന, ഈ സ്റ്റൈലിൽ പറയാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ പ്രാക്ടീസ് ചെയ്തോളൂ. അല്പം സൗണ്ടിൽ പറഞ്ഞോളുകൊണ്ട് ഡോറ് ക്ലോസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മളെ വീട്ടിലുള്ള പ്രായമുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഇതിൻ്റെ ഗുട്ടൻസ് ഒന്നും അറിയില്ല. അവർ പറയും പാടച്ചോനെ ഈശ്വര ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഈ ക്ലാസ്സിന് ചേർന്ന എൻ്റെ കുട്ടി ഇപ്പോൾ കോപ്രായത്തരം കാണിക്കാൻ തുടങ്ങിക്കണം, ഇനിയിപ്പോൾ ആരെ പോയെന്ന് കാണിക്കുക, പണിക്കന്മാരെ വേണോ മൂല്യന്മാരെ വേണോ എന്നൊക്കെ വരും. അപ്പോൾ അത് തൽക്കാലം പുറത്തറിയിക്കണ്ട, നമ്മളായി നമ്മളെ പാടായി. ഓക്കെ, അപ്പോൾ ഡോറ് കുറ്റിയിട്ട് കണ്ട് എന്ത് ചെയ്യുക, തുടങ്ങാം. ഇപ്പോൾ തന്നെ ലെഫ്റ്റായി പോയി ഞാൻ ഡോറ് കുറ്റിയിട്ട് കേട്ടോ, ഇപ്പോൾ തന്നെ വേണ്ട, ഫ്രീ ആയിട്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെൻ്റലി ഫ്രീ ആവണം. സാറ് മെൻ്റലി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു മാനസികമായി ഫ്രീ ആവണം. നമുക്ക് ടെൻഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളിൽ ഒത്തിരി സഹോദരിമാരുടെ പിന്നെ ഹസ്ബൻഡ്സ് ഗൾഫിലാണ്. അവരെന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞ ദിവസം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യരുത്. കാരണം ബലം പിടിച്ചുള്ള പ്രാക്ടീസാണ് ഈ കാര്യം. അവസാനം നമ്മൾ സ്കൂളിൽ പോയിട്ട് ക്ലാസ് റൂം പോയി കണ്ട് പറയുമ്പോഴും ബലം പിടിച്ച് കണ്ടാ പറയാം. ഉടനെ പിള്ളേർ പറയും ഞങ്ങൾക്ക് ഈ മിസ്സിനെ വേണ്ട, ഇത് ജീവൻ ടോൺ കഴിച്ച് കണ്ട് വരികയാണ് പറയും. അപ്പോൾ അത് അത്ര വേണ്ട. നമുക്ക് നല്ല റിലീഫ്, നല്ലൊരു മനസ്സിന് ആശ്വാസമുള്ള രീതിയിൽ തുടങ്ങി വെക്കാം. ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒരു ഏർലി മോർണിംഗ് 4:30 5:30 ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ തലേന്ന് എന്തെങ്കിലും സീരിയസ് ആയ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടായാൽ പോലും രാത്രി ഉറക്കത്തിൽ അതൊക്കെ മറന്നു പോകും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഫ്രഷ് ആയിട്ടായിരിക്കും. അങ്ങനെയും ചെയ്യാം, നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് വിട്ടുതന്നു. ഓക്കെ, അപ്പോൾ ഐ ആം ഫാത്തിമ ആൻഡ് ഐ ആം ഫ്രം കണ്ടോ, ഐ ആം ഫാത്തിമ ആൻഡ് ഐ ആം ഫ്രം. നിങ്ങൾ ലൊക്കേഷൻ്റെ പേര്, നിങ്ങൾ കാലിക്കറ്റ് ആണ്, കാലിക്കറ്റ് അല്ല, പിന്നെ ആലപ്പുഴയാണെങ്കിൽ ആലപ്പി എന്നാണ് പറയാം കേട്ടോ, ആലപ്പി. നിങ്ങൾ ലൊക്കേഷൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇനി ലൊക്കേഷൻ്റെ പേര് ആരും ഇംഗ്ലീഷ് ആക്കരുത് കേട്ടോ. പണ്ട് ഞാനൊരു കുട്ടിയോട് ഇത് ഓഫ്ലൈൻ ക്ലാസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവള് വന്നുകൊണ്ട് അവളല്ല, കാരണം ഇന്ന് അവർ ടീച്ചറാണ്. പിന്നീട് ഞങ്ങൾ ഒരുപാട് ഇത്തരം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന വേദികൾ അവരായിട്ട് ഉണ്ടാക്കിയെടുത്തു. അതിൽ കഴിവ് നേടി. അപ്പോൾ ഞാൻ അവരെ പലപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഈ ഒരു തമാശ ഓർമ്മയിൽ വരും. എന്താ വെച്ചാൽ അവർ പേരൊക്കെ പറഞ്ഞ് ആൻഡ് ഐ ആം ഫ്രം ഫാദേഴ്സ് ടെമ്പിൾ. എനിക്ക് തീരെ മനസ്സിലായില്ല സത്യം പറഞ്ഞ്. ഞാൻ വേപ്പെട്ട് നോക്കി, ഈ ഫാദേഴ്സ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇംഗ്ലീഷിലൊരു സ്ഥലം ഈ കേരളത്തിലെവിടെ എൻ്റെ അറിവിലില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, അപ്പോഴാണ് ക്ലിക്കായത്. ഈ മലപ്പുറം ജില്ലയിൽ വേങ്ങര അടുത്തായിട്ട് അച്ഛനമ്പലം എന്ന പേരിലൊരു സ്ഥലമുണ്ട്, അച്ഛനമ്പലം. അപ്പോൾ ഇവർ അത് ഇംഗ്ലീഷിലാക്കിയതാണ്.
പിന്നെ ഐ ആം ഫ്രം അച്ഛനമ്പലം എന്ന് പറയുമ്പോൾ ഒരു കുറച്ചിലുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് ഐ ആം ഫ്രം ഫാദേഴ്സ് ടെമ്പിൾ, എന്തൊരു വൈബാണ്, ഇതൊരു ആംബിയൻസ് ആണ് അല്ലേ. സോറി, അങ്ങനത്തെ ആംബിയൻസ് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവരെന്നെ എന്നോട് വന്ന് പറയും, സാറേ എനിക്കിന് അത് ഓർക്കുമ്പോൾ ചിരി വരും, സാറിൻ്റെ ആ മുഖഭാവം പറഞ്ഞപ്പോൾ. കാരണം എനിക്ക് ഈ കേരളത്തിൽ അങ്ങനത്തെ സ്ഥലം ഞാൻ കേട്ടിട്ടില്ല. പത്രം കഴിഞ്ഞ 10-15 വർഷമായിട്ട് പത്രം വായിക്കുന്ന ആളെ ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ ആർക്കും എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ആ പ്രശ്നം വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇംഗ്ലീഷ് വേണ്ട, അവിടെ മലയാളം മതി. നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ കോഴിക്കോട് പാണമ്പ്രയാണെങ്കിൽ ഇനി പാണം അമ്പ്ര അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഇംഗ്ലീഷ് ആക്കണ്ട, പാണമ്പ്ര മതി. ഓക്കെ, ചേലേമ്പ്ര ആണെങ്കിൽ അത് മതി. ഓക്കെ, വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ആണെങ്കിൽ ഈ സുൽത്താൻ്റെ പേര് വേറെ, ബത്തേരിൻ്റെ ഇംഗ്ലീഷ് എന്താ പഠിച്ചവനെ ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടാ. ഐ ആം ഫ്രം സുൽത്താൻ ബത്തേരി. ഓക്കെ, ബട്ട് ഈ കേരളത്തിൽ ചില സ്ഥലങ്ങളെ പേര് സായിപ്പ് വന്നുകാണ്ട് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം അവർക്ക് നമ്മൾ ഈ മലയാളികൾ ഉച്ചരിക്കുന്ന പോലെ ഒന്നും ഈ അവരുടെ നാവ് വഴങ്ങൂല. അറിയാലോ, ആ ചേമ്പിൻ്റെ വിത്ത് ചൂടോടെ വായിലിട്ട എഫക്റ്റാണ് വരല്. അപ്പം അവർ ഈ പാലക്കാടിന് പാൽഘാട്ട്, പിന്നെ ആലപ്പുഴയെ ആലപ്പി, പിന്നെ കൊല്ലത്തെ കൊയിലോൺ, കൊച്ചിയെ കൊച്ചിൻ, അപ്പോൾ അതുപോലെ കോഴിക്കോടിനെ എന്താ കാലിക്കറ്റ്, കണ്ണൂരിനെ കണ്ണനൂര്, തൃശ്ശൂരിനെ തൃശ്ശൂർ എന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള പേരുകൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നത് സായിപ്പിൻ്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കും. അതെ, സായിപ്പിൻ്റെ ഈ ഉച്ചാരണത്തിലെ പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം കേട്ടോ. അത് നമ്മൾ ചെയ്യുക വേണം. സായിപ്പിൻ്റെ സ്വഭാവം നിങ്ങൾ ആരും പിന്നെ ആരും ജീവിതത്തിന് ഭാഗമാക്കരുത്. കൊല്ലത്തിൽ ഒരിക്കലേ കുടിക്കുള്ളൂ. സായിപ്പിൻ്റെ കുളി അങ്ങനെയാണ്, കൊല്ലത്തിൽ ഒരിക്കലേ കുടിക്കുള്ളൂ. മനസ്സിലായ? നടക്കുമോ? നമ്മൾ തമ്മിൽ നടക്കുമോ? അതാ പ്രശ്നം. സായിപ്പാവാൻ ഒരുപാട് സമയമെടുക്കും. പിന്നെ പല കാര്യം ക്ലാസ് പറയാൻ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സായിപ്പിനോട് ഒരിക്കലും. പിന്നെ വീട്ടിൽ പട്ടിക്കുട്ടിയെ പപ്പിന്ന് വിളിക്കും, അച്ഛനെ പപ്പാന്ന് വിളിക്കും. നമുക്ക് അങ്ങനെ വേണം, പറ്റുമോ? എന്നാൽ കണക്കായി. എന്നാൽ പിന്നെ കോസ്മെറ്റിക് സർജറി ചെയ്യാതെ തന്നെ ഫേസിൻ്റെ മുഖം മാറിക്കിട്ടും. ഫാദറാണ് ഈ കാര്യം മാറ്റി തരുന്നത് അല്ലേ. നമ്മൾക്ക് ആയും ഈ ഒക്കെ ആളുകൾ മാറാം. ഫാദറെ പോയി പപ്പി വിളിച്ചെന്തൊരു അവസ്ഥ, 1.5 മീറ്റർ ദൂരത്ത് വിളിച്ചാൽ മതി. കാരണം മനുഷ്യൻ്റെ കയ്യിൻ്റെ അകലം 1.5 മീറ്റർ ആയതുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയാം, കൾച്ചർ വേണ്ട, നമുക്ക് ഈ ഒരു ഉച്ചാരണം, പ്രസൻറ്റേഷൻ നമ്മൾ ഇതൊരു മഹാസംഭവം ആയതുകൊണ്ട് എടുക്കല്ല. ഇന്നത്തെ കാലത്ത് നല്ല ഒരു ജോലി, അത്യാവശ്യം നല്ല ശമ്പളമുള്ള, നമുക്ക് മാനസികമായ സംഘർഷം കൂട്ടിൽ വരാത്ത രീതിയിൽ നല്ലൊരു ജോബ് കിട്ടണം. നമ്മുടെ സ്റ്റാൻഡ് ഓഫ് ലിവിങ്ങും മാറണം, ചേഞ്ച് ചെയ്യണം. അതിനു വേണ്ടി കുറച്ച് കോലം കിട്ടുക, അത്ര വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഐ ആം ഫ്രം കോട്ടക്കൽ. ഇപ്പം എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ്. സോ ഞാൻ പറയും ഐ ആം ഫ്രം കോട്ടക്കൽ. ഇനി കോട്ടക്ക് ഫോർട്ടും കല്ലിന് ഇനി വേറെന്താണോ അത് നോക്കി ഉണ്ടാക്കാൻ ഞാൻ പോകില്ല. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് നെക്സ്റ്റ്, മൈ ഫാദർ ഈസ് മിസ്റ്റർ അബ്ദുറഹിമാൻ ഹാജി, മിസ്റ്റർ രാമൻ. ഓക്കെ, നമ്മളെ പിതാവിൻ്റെ പേരിൻ്റെ കൂടെ ഒരു മിസ്റ്റർ കിടക്കട്ടെ. ഇത്രയും നമ്മളെ വളർത്തി വലുതാക്കിയില്ലേ ആ പാവം അല്ലേ. ഓക്കെ, അപ്പോൾ മൈ ഫാദർ ഈസ് മിസ്റ്റർ കിടക്കട്ടെ. ഇനി ഹീ ഈസ് മൂപ്പര് ഗൾഫിലാണെങ്കിൽ ഹീ ഈസ് ഇൻ ഗൾഫ് എന്ന് പറയരുത്. ഗൾഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അർത്ഥം പിന്നെ ഉൾക്കടൽ എന്നാണ്. എന്തിനാ സാധുവിനെ കൊണ്ടുപോയിക്കാണ്ട് വെറുതെ എന്താ പറയുക ഉൾക്കടലിട്ട് മുക്കണം അല്ലേ. സോ അവിടെ ഗൾഫിലാണെങ്കിൽ മൈ ഫാദർ ഈസ് അറ്റ് അബ്രോഡ്. ഹീ ഈസ് അറ്റ് അബ്രോഡ്. മൈ ഫാദർ വീണ്ടും വേണ്ട. മൈ ഫാദർ ഈസ് മിസ്റ്റർ രാമൻ ആൻഡ് ഹീ ഈസ് അറ്റ് അബ്രോഡ്. ABROAD. സോ അബ്രോഡ്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് എന്നൊന്നും പറയാതെ ഒരു അബ്രോഡ്. നമ്മൾ ഈ ആറൊക്കെ ഉച്ചരിക്കുമ്പോൾ ഒരു ഴ കൂട്ടുമ്പോഴുള്ള ഒരു ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നല്ലോണം ഇംഗ്ലീഷ് സംസാരിച്ച് പരിചയമുണ്ടെന്ന് കേൾക്കുന്ന ആൾക്ക് ഒരു തോന്നൽ വരും. എല്ലാം വേഷം കെട്ടാണല്ലോ അല്ലേ.
ജീവൻ തന്നെ ഒരു വേഷം കെട്ടാണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞല്ലേട്ടാ, ഇനി മാഷ് ജീവിതം വേഷം കെട്ടാണെന്ന് പറഞ്ഞു തരുന്നത്. ഇത് 500 കൊല്ലം മുമ്പ് ഷേക്സ്പിയർ പറഞ്ഞാണ്. ലൈഫ് ഈസ് എ സ്റ്റേജ്, 6 സ്റ്റേജാണ് അത്ര. ജീവിതം 6 സ്റ്റേജാണ്, 6 വേഷം കെട്ടാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഷേക്സ്പിയറോട് പറഞ്ഞാൽ മതി. വില്യം ഷേക്സ്പിയറിന് അറിയില്ലേ? ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ഫാദറാണ്. സോ ബാങ്ക് കൊടുക്കുന്നുണ്ട്, നമുക്ക് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാദർ വിദേശത്താണെങ്കിൽ ഹീ ഈസ് അറ്റ് അബ്രോഡ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ അബ്ദുറഹ്മാൻ ഹാജി ആൻഡ് ഹീ ഈസ് അറ്റ് അബ്രോഡ് എന്ന് പറയുന്നതാണ് നല്ലത്. അതേസമയം ഫാദർ അദ്ദേഹം ഗൾഫിലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഗവൺമെൻറ് സർവീസിലായിരുന്നു, അദ്ദേഹം ബിസിനസ്സിലായിരുന്നു, ഇപ്പം അദ്ദേഹം റെസ്റ്റ് ചെയ്യാണ്, പ്രായമായി റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈ ഫാദർ ഈസ് ടേക്കിംഗ് റെസ്റ്റ് അങ്ങനെയും പറയാം. മൈ ഫാദർ ഈസ് ടേക്കിംഗ് റെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിയും നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് പറയാനുള്ളത്? മൈ മദർ ഈസ്. മൈ മദർ ഈസ് ഇംഗ്ലീഷുകാരുടെ ഒരു സംസാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മദറിൻ്റെ പേര് പറയും, പിന്നെ ഫാദറിൻ്റെ പേര് അതിൻ്റെ കൂടെ ചേർത്ത് പറയും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മദറിൻ്റെ പേരും ജോബും, മദർ എന്താണ് ജോബ് ചെയ്യേണ്ടത് അതുകൊണ്ട് പറയാം. മൈ മദർ ഈസ് മിസ്സിസ്. നിങ്ങൾ ഉമ്മാൻ്റെ പേര്, അമ്മയുടെ പേര് പറഞ്ഞ് അതിൻ്റെ കൂടെ അച്ഛൻ്റെ പേരും കൂടി ചേർത്ത് പറയുന്നത് ഒന്നും കൂടി ഗുണം ചെയ്യും. സോ മൈ മദർ ഈസ് മിസ്സിസ് ആമിന റഹ്മാൻ. മൈ മദർ ഈസ് മിസ്സിസ് സുലോചന രാമൻ. ആ രീതിയിൽ പേര് അച്ഛൻ്റെ പേരും കൂടെ ചേർത്ത് പറയുന്നത് ഇംഗ്ലീഷ് കൾച്ചറാണ്. നമ്മുടെ കേരളത്തിലും ആ കൾച്ചർ ഉണ്ട്, അതൊരു നല്ല കൾച്ചറാണ്. ഓക്കെ, മൈ മദർ ഈസ് ആൻഡ് ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. എന്താ പറയുക, ഹൗസ് വൈഫ് എന്ന വേർഡ് യൂസ് ചെയ്യരുത്. കാരണം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിൽ എന്തോ ഒരു ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് അതൊരു പഴയ പ്രയോഗമാണ്. ഹൗസ് വൈഫ് എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. ഇംഗ്ലീഷിൻ്റെ സാർ അങ്ങനെ പറഞ്ഞെന്ന് പറയരുത്, അത് തെറ്റല്ല. ഓരോ കാലഘട്ടങ്ങൾ വരുമ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ അപ്ഡേഷനും വരുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുമ്പോൾ ഒരു 15-20 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 10 കൊല്ലം 15 കൊല്ലം മുമ്പുള്ള നോക്കിയൻ്റെ ബട്ടൺ ഫോണാണോ നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ടത്? അല്ല, കാലത്തിന് നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട് അല്ലേ. സോ ലൈക്ക് വൈസ് യു ആർ ടു ബി അപ്ഡേറ്റഡ്. സോ മൈ മദർ ഈസ് മിസ്സിസ് പ്ലസ് നെയിം പ്ലസ് ഫാദറിൻ്റെ പേര് ആൻഡ് ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. സാധാരണ ഹൗസ് വൈഫായി ജോലി ചെയ്യുന്ന ഉമ്മമാരെ പറഞ്ഞ പേരാണ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ആ വേർഡ് ശ്രദ്ധിക്കണം, ഡൊമസ്റ്റിക് എഞ്ചിനീയർ.
കേട്ടോ. എഞ്ചിനീയറിംഗ് പഠിക്കാത്ത നമ്മുടെ മദർ അങ്ങനെയെങ്കിലും എഞ്ചിനീയർ ആവട്ടെ അല്ലേ, അതൊരു വലിയ കാര്യമല്ലേ. മൈ മദർ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഓക്കെ, സോ മൈ മദർ ഈസ് മിസ്സിസ് റസിയ റഹ്മാൻ ആൻഡ് ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കിപ്പോൾ നമ്മൾ ഇത്ര കാര്യം പറഞ്ഞു. ഫസ്റ്റ് വൺ, ഹൂ ആർ യു, നിങ്ങൾ ആരാണ്. വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടുന്നാണ്. ആൻഡ് ഹൂ ഈസ് യുവർ ഫാദർ ആൻഡ് വാട്ട് ഈസ് ഹി. ആൻഡ് ദെൻ ഹൂ ഈസ് യുവർ മദർ, വാട്ട് ഈസ് ഷീ. ഈ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ നൽകി കഴിഞ്ഞു അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്തായിട്ട് ചെയ്യാനുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു. ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം. ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം, നിങ്ങൾ ഒഴിവ് സമയം എങ്ങനെ ചെലവഴിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ വുഡ് സ്പെൻഡ് ഓർ ഐ സ്പെൻഡ്. ഐ വുഡ് സ്പെൻഡ് എന്നും പറയാം, ഐ സ്പെൻഡ് എന്നും പറയട്ടോ. ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം ബൈ വാച്ചിങ് മൊബൈൽ, ബൈ വാച്ചിങ് മൊബൈൽ, റീഡിംഗ് ബുക്സ് ആൻഡ് സോ ഓൺ. ഈ സോ ഓൺ എന്ന് പറഞ്ഞാൽ ഇത്യാദി മുതലായവ എന്നാണ്. സോ എങ്ങനെ പറയുക ശ്രദ്ധിക്കുക. ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം, ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം റീഡിംഗ് ബുക്സ്, ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം വാച്ചിങ് TV. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇനി പറയാൻ പോകുന്ന വാക്ക് യൂസ് ചെയ്യരുത്. ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം ബൈ സ്ലീപ്പിംഗ്. ഓക്കെ, ഇൻ്റർവ്യൂവിന് പോയാൽ വേഗം അങ്ങോട്ട് ഒഴിവാക്കും നമ്മളെ. കാരണം ഉറങ്ങാൻ വേണ്ടി ഒരു സ്കൂളും നമ്മളെന്ത് ചെയ്യൂല, അവിടെ ജോബിന് പോസ്റ്റ് ചെയ്യൂല കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാം, ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം വാച്ചിങ് TV, വാച്ചിങ് മൊബൈൽ, റീഡിങ് ബുക്സ്, സ്റ്റാമ്പ് കളക്ടിങ് ആൻഡ് നിങ്ങൾക്ക് എന്താണ് പറയുക. ഇതിപ്പോൾ നാച്ചുറൽ ഉണ്ടാവുമൊന്നും വേണ്ട. പഠിച്ചോനെ ഞാൻ ബുക്ക് തൊട്ട് വെക്കലേ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ഈ റീഡിങ് ബുക്സ് എന്ന് പറയാ ഒന്നും കരുതണ്ട, വെച്ച് കാച്ചിക്കോളി. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ വരുമ്പോഴൊക്കെ ഇത് നമ്മൾ പ്രത്യേകം നമ്മളെക്കുറിച്ച് ഒരു ഇമ്പ്രഷൻ വേണമല്ലോ അവർക്ക്. അപ്പോൾ റീഡിങ് ബുക്സൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, വാച്ചിങ് TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമൊന്നുമില്ല കേട്ടോ. വാച്ചിങ് TV പറയുമ്പോൾ ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കുക നമ്മൾ കറണ്ട് അഫയേഴ്സ്, ന്യൂസ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടുള്ളതാണ്. എവിടെ നമ്മൾ TV റിയാലിറ്റി ഷോയും സീരിയലൊക്കെ ആർക്കും കാണാം. അത് പറയണ്ട, നിങ്ങൾ വാച്ചിങ് TV എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട എന്താണ്, മൈ ആംബിഷൻ. മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ ഗുഡ് ടീച്ചർ. നല്ലൊരു രീതി അതാണ്. കൂടുതൽ കാട് കയറി പറയുമ്പോൾ ഇനി പഠിച്ച കാര്യം മറന്നുപോയാലോ. പലപ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതാണ് കാണാതെ പഠിച്ച് മറന്നു പോവോ, പഠിച്ചോനെ അവിടെ കിട്ടൂലേ എന്നൊക്കെയുള്ള പേടിയാണല്ലോ. ചുരുക്കി കുറച്ച് പഠിച്ചാൽ മതി. എങ്ങനെയാണ്, മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ ഗുഡ് ടീച്ചർ. ഓർ അതർവൈസ് യു ക്യാൻ സേ ദാറ്റ്. ഇതല്ലെങ്കിൽ ഇങ്ങനെയും പറയട്ടോ, എങ്ങനെ, ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ റോൾ മോഡൽ ടീച്ചർ. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ റോൾ മോഡൽ ടീച്ചർ. അത് നമ്മൾ സ്പീഡ് പറയുമ്പോൾ ഐ ലൈക്ക് ടു ബിക്കം എ റോൾ മോഡൽ ടീച്ചർ. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ സ്റ്റൈലിൽ പറയാൻ പോവുകയാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാണ്. എല്ലാവർക്കും പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. മൈക്ക് ഓൺ ആക്കണ്ട, ഈ സൗണ്ട് ജാമ് വരും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. നിങ്ങൾ ആദ്യം പറയേണ്ടത് നിങ്ങളെ പേര്, നിങ്ങൾ എവിടുന്ന് വരുന്നു, നിങ്ങളെ പിതാവിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ജോലി, നിങ്ങളെ മാതാവിൻ്റെ പേര്, പിന്നെ അവരുടെ ജോലി, പിന്നെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഒഴിവ് സമയം ചെലവഴിക്കുന്നു, അവസാനം നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പിന്നെ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി. മനസ്സിലായില്ലേ? ഓക്കെ കേട്ടോ. മരണപ്പെട്ടവരുടെ കാര്യമാണെങ്കിൽ, അതായത് നമ്മൾ പിതാവ് മരണപ്പെട്ടതാണെങ്കിൽ, മൈ ഫാദർ ഈസ് മിസ്റ്റർ അബ്ദുറഹിമാൻ ഹാജി ആൻഡ് ഹി ഈസ് നോ മോർ. ഹി ഈസ് നോ മോർ. നോ NO, മോർ MORE, നോ മോർ. ഓക്കെ, സോ ആർ യു ഓക്കെ വിത്ത്? റെഡി അല്ലേ കേട്ടോ? അപ്പം ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, പ്രസൻറ്റേഷൻ കേട്ടോ. നമ്മളൊന്ന് ഭയങ്കര സ്റ്റൈലൊന്നും ആക്കണില്ല,
താൽക്കാലികമായിട്ട് നമ്മുടെ ഒരു സാധാരണ മോണ്ടിസോറി ട്രെയിനി ആയിട്ടുള്ള ഒരു ടീച്ചർ ഫസ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എങ്ങനെയാണോ കുട്ടികളെ അഭിസംബോധന ചെയ്യുക അതിനു വേണ്ടി ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന്. നമ്മൾ ഈ കുട്ടികൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിന് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി വരാന്തയിൽ ഏതേ മൂലക്ക് ഒരു ടീച്ചർ നിൽക്കുന്നുണ്ടാവും. അവരെ നമ്മൾ കാണൂല. കാരണം നമ്മളെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് അളക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി പ്രിൻസിപ്പൾ അയച്ചതാണ് ഈ കാലം. മനസ്സിലായില്ലേ? ആ ഒരു എന്താ പറയുക, ചാരവൃത്തി, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പിയനാഷ്, ഇത് സംഭവം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരും കൂടി ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. അവർക്ക് നിങ്ങൾ പറഞ്ഞു കേട്ടാൽ മനസ്സിലാവും കേട്ടോ. ഇത് പറയുന്നത് ഇനി അങ്ങോട്ട് നോക്കണ്ട, ഇടക്കിടക്ക് ക്ലാസ്സിലേക്ക് നോക്കും, പിന്നെ ഇടക്കിടക്ക് വരാന്തയിൽ ഞാൻ വന്നോ ടീച്ചർ വരുന്നുണ്ടോ അത് നോക്കണ്ട, നിങ്ങളെ കാര്യം മൈൻഡ് ചെയ്യേ വേണ്ട. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഐ ആം Amina Rahman from Calicut. My father is Mr. Razak Haji and he is working at abroad. My mother is Mrs. Amina Razak. She is domestic engineer. I would spend my free time by reading books, watching TV and so on. ഈ സോൺ നേരത്തെ ഫുള്ളാക്കിയില്ല. സോ ഓൺ എന്ന് പറഞ്ഞാൽ ഇത്യാദി മുതലായവ. കുറേ ആഗ്രഹങ്ങൾ പറയണ്ട, കേൾക്കുന്ന ആൾക്ക് ബോറടിച്ചാലോ 2 പറഞ്ഞാൽ മതി, അവസാനം സോ ഓൺ ചേർത്താൽ മതി. സോ I'd like to spend my free time watching TV, reading books and so on. And I would like to become a role model teacher. That's all about myself. Thank you. അത് ലാസ്റ്റ് പറയണം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ്. ഇത്രയേ ഉള്ളൂ എന്നെ കുറിച്ച് പറയാൻ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ്. താങ്ക് യു. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ്. ഒന്ന് എഴുതി ചോദിക്കാം, കാരണം ചിലപ്പോൾ ആദ്യമായി കേൾക്കുന്ന വാക്കുകളായിരിക്കാം, മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ്. താങ്ക് യു. സ്റ്റൈലിൽ പറയുമ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈസെൽഫ്. താങ്ക് യു. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈസെൽഫ്. താങ്ക് യു. ആ താങ്ക് യു പറയുമ്പോൾ സ്റ്റൈലൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഓക്കെ, സോ വൺസ് അഗെയിൻ ഐ എം ഗോയിങ് ടു പ്രസന്റ് ബിഫോർ യു. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ഒരു പ്രസന്റേഷൻ എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഓക്സ്ഫോർഡ് സ്റ്റൈലോ ആക്സെന്റോ ഒന്നും വേണ്ട. ഇപ്പോൾ സാധാരണക്കാരിയായ ഫാത്തിമ അല്ലെങ്കിൽ ആബിദ, മിന്നു അല്ലെങ്കിൽ റംഷീന ഒക്കെ പറയുന്ന പോലെ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞ നമുക്ക് UK വന്ന ആളുകൾ പറയുന്ന പോലെ പറയാൻ നോക്കാം. ഓക്കെ, സോ good morning everyone. Let me introduce myself. I am Rosina from Malappuram. My father is Mr. Musakutti Haji and he is no more. My mother is Mrs. Rasia Musakutti Haji. My mother is Miss Hasina Musakutti Haji. She is domestic engineer. I spend my free time watching TV, reading books and so on. My ambition is to become a role model teacher. That's all about myself. Thank you. Okay. Yes. ഈ സ്റ്റൈലിൽ ഈ കാണുന്ന പഠിച്ച് കണ്ടത് വായിക്കുന്ന പോലെ പറയരുത്, സ്റ്റൈൽ പറയാൻ നോക്കാം. എല്ലാവരും ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ക്ലാസ്സിൽ ഞാൻ ഒരു സെലക്റ്റീവായ ഒരു 5 ആളെ കൊണ്ട് പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ് ആകുമ്പോൾ ഈ പഞ്ചായത്തേക്ക് വരാത്ത അവസ്ഥ ഉണ്ടാവരുത്. ക്ലാസ്സിൽ കയറണം, അടുത്ത ആഴ്ച സാറ് പറയിപ്പിക്കും, കണ്ടറിഞ്ഞ് മുങ്ങണം എന്ന് കരുതി കണ്ട് മുങ്ങരുത് കേട്ടോ. നമുക്കിങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് കണ്ട് ശരിയാക്കണം. അപ്പോൾ അടുത്ത ആഴ്ച എല്ലാവരും നല്ല മൂഡിലാണെങ്കിൽ, നല്ല ഓക്കെ ആണെങ്കിൽ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ക്ലാസ് പറയിപ്പിക്കാം. മൈക്ക് വീഡിയോ ഓണാക്കണമെങ്കിൽ ഓണാക്കാം, വീഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. മൈക്ക് ഓണാക്കി തന്നെ വേണം, എന്നാലും ഈ കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ആണ്, റെഡി ആണ് എല്ലാവരും? ഒന്ന് കമൻറ്റ് ടൈപ്പ് ചെയ്തേക്കൂ റെഡി ആണെങ്കിൽ. എല്ലാവരും ക്ലാസ്സിൽ ഇപ്പോൾ ഏകദേശം 60ന്റെ മുകളിൽ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരു 2-3 പേര് മാത്രം എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് കാരണം ലീവായിട്ടുണ്ടായിരിക്കാം, ബാക്കിയുള്ള എല്ലാവരും ക്ലാസ്സിലുണ്ട്.
ഓക്കെ, അപ്പോൾ ഇന്ന് കാര്യം ശരിക്കും മനസ്സിലായല്ലോ. റെക്കോർഡിങ്ങിൽ സംഭവമുണ്ട്. ഞാൻ നാളെ രാവിലെ ആകുമ്പോഴേക്കും റെക്കോർഡ് അപ്ലോഡ് ചെയ്യും, ലിങ്ക് അയച്ചു തരുന്നുണ്ട്. ഇന്ന് പറഞ്ഞ കാര്യം മനസ്സിലാവാത്തവർക്ക് നാളത്തെ റെക്കോർഡ് കണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് ഏതോ ഒരു വിവരമുള്ള സാഹിബ് പറഞ്ഞേക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആ ഒരു ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷനാക്കി മാറ്റാം. എന്താണ് അഭിപ്രായം? ഓക്കെ അല്ലേ കേട്ടോ? അവിടെ നിങ്ങൾ വൈകുന്നേരം വരുമ്പോൾ തന്നെ ആകെ മൂടി അയിങ്ങാണ്ട് ഇങ്ങനെ ഉറങ്ങി തൂങ്ങിങ്ങാണ്ട് വന്നുങ്ങാണ്ട് ഗുഡ് മോർണിംഗ് എവരി വൺ, ഐ ആം ഷാഹിദ കമാൽ ഇങ്ങനെ പറയരുത് കേട്ടോ. നമ്മളെ ശരിക്കും പറഞ്ഞൊരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി എനർജി ഗിവറാണ് എന്ന് പറഞ്ഞ് ഈ വൈകുന്നേരം ഒരു പക്ഷേ അവസാനത്തെ പീരീഡ് ക്ലാസ് കയറുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച് കുട്ടികൾ പറ്റ ചത്തിരിക്കണേക്കാരം. അവർ കണ്ട് എനർജി ഉണ്ടായി വരുന്ന ഈ അധ്യാപകനെ കണ്ടുകണ്ട്. അപ്പോൾ ഈ അധ്യാപിക പോയി കണ്ട് ഇങ്ങനെ കണ്ട് ഉറങ്ങി തൂങ്ങി പറയുകയാണെങ്കിൽ പിന്നെ കുട്ടിക്ക് എനർജി പോയിട്ട് ഒരു എനർജി ഉണ്ടാവില്ല, വീട്ടിൽ പോയാൽ മതിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എനർജി ഗിവറാണ്, അത് മറക്കണ്ട. സോ ഇന്നെല്ലാം റെഡിയാണല്ലോ. ഒന്ന് ഞാൻ സ്പോക്കൺ എടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു സംഭവമാണ് എത്തിക്കേണ്ടത്. ഇത് മുറുകെ പിടിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ക്ലാസ്സിൽ വരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഫീലിംഗ് ആവേണ്ട കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ അത് അയച്ചിട്ടുള്ള മാർഗം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. വാട്സപ്പൊക്കെ ഉണ്ടല്ലോ കേട്ടോ. എനിക്ക് പേഴ്സണൽ അയച്ചെന്നാൽ മതി. ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് തുടക്കം മാത്രമാണ്. ഇതിൻ്റെ കൂടെ സംതിങ് ഒരുപാട് കൂട്ടിയിട്ട് അടുത്ത 2 മാസം കഴിഞ്ഞാൽ പിന്നെ വേറെ വരാനുണ്ട്, വേറെ സെൽഫ് ഇൻട്രഡക്ഷൻ വേറെ വരാനുണ്ട്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ആകെ ഒരു 10 സെക്കൻഡോ ഒരു 12 സെക്കൻഡോ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ ശരിക്കുള്ള സെൽഫ് ഇൻട്രഡക്ഷൻ 1 മിനിറ്റോളം വരും, കുറേ വരാനുണ്ട്. ഓക്കെ കേട്ടോ. അപ്പോൾ തുടക്കം അത്ര മതി. എല്ലാവരും ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവോ ഈ ചെയ്യാൻ പറഞ്ഞ കാര്യം? ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും ചെയ്യട്ടെ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡേ ഇന്നിപ്പോൾ ഞാൻ ഇത്ര എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നമുക്ക് ഇപ്പം തന്നെ ഇൻസേർട്ട് ചെയ്യാൻ കഴിയൂല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ കുറച്ചും കൂടെ ടൈം കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. എല്ലാവരും ഓക്കെ ആണോ കേട്ടോ? ഇപ്പോഴൊക്കെ ഒരു 40 മിനിറ്റ്, കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മണിക്കൂറൊക്കെ ആക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് സെൽഫ് ഇൻട്രഡക്ഷൻ അടിപൊളിയായിട്ട് ചെയ്യാൻ ഒരുങ്ങിന്നോളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ ക്യാമറ ഒക്കെ ഓണാക്കി ഇങ്ങനെയാണ് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാൻ വരുന്ന ആളുകൾ എങ്കിൽ ഒന്ന് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് കണ്ട് അടിപൊളിയാക്കി പോരി. നീ മോശമാക്കണ്ട. മനസ്സിലായല്ലോ? ഒരു ഇംപ്രഷനാവട്ടെ അത്. ഓക്കെ. ഞാൻ വെറുതെ പറയില്ല, അത് തമാശ അല്ല. ഈ പിന്നെ പേഴ്സണാലിറ്റിയിൽ എന്താ പറയുക, നമ്മുടെ കോസ്മെറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇപ്പോഴാണ് പറയപ്പെടുന്നത്. ഇനി നാളെ തന്നെ അങ്ങാടി പോയി മേക്കപ്പ് ബോക്സ് വാങ്ങിച്ചാണ്ട് വീട്ടിൽ അതൊരു ആചാരമാക്കണ്ട. പേഴ്സണാലിറ്റിൻ്റെ ഭാഗമാണ് ഇതെന്ന് മാത്രം കേട്ടോ. ഓക്കെ, പേഴ്സണാലിറ്റി വേണം. പേഴ്സണാലിറ്റിൻ്റെ ഭാഗമാണ് ഫിസിക്കൽ അപ്പിയറൻസ്. അത് ഒഴിച്ചുകൂടാൻ കഴിയൂല. ഓക്കെ, സോ നമുക്ക് ഇന്ന് ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു എന്ന് തോന്നുന്നു ക്ലാസ്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ക്ലാസ് പോകുന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, സോ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ അത്യാവശ്യം 40 മിനിറ്റ് കഴിഞ്ഞു. ക്ലാസ് 45 മിനിറ്റോളമായി. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ് അടുത്തൊരു ഞായറാഴ്ച നമ്മൾ പൊതുവെ ക്ലാസ് ലീവ് ദിവസമാണ്. ഞായറാഴ്ച എനിക്ക് ഫ്രീ ആയതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ക്ലാസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സൺഡേ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. എല്ലാവരും ക്ലാസ്സിന് വേണ്ടി തയ്യാറായിരിക്കുക. അതുവരെയും ഈ പറഞ്ഞ കാര്യം നല്ലോണം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സംശയം എന്താ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് വിത്ത് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ.